ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന അതിലൊരു സംശയം നമുക്ക് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു സംഘപരിവാർ വർക്കരണം ഇതിനകത്ത് ഭീകരമായി നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒന്ന് രണ്ടാമത്തെ കാര്യം, സ്വാധീനമൊക്കെ ഉണ്ടാവുമെന്ന് ഒരു സംശയമില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന അല്ല, നല്ല സ്വാധീനമല്ല. ഇപ്പൊ ആനി രാജ പറഞ്ഞല്ലോ സ്വാധീനം ഉണ്ടെന്ന്. കാരണം കേരളത്തിൽ 15% പേര് BJPക്ക് വോട്ട് ചെയ്യുന്നവരായി മാറിയെന്ന് പറഞ്ഞാൽ പോലീസ് സേനയിൽ നിന്ന് ഒരു 10% പേര് BJP വിശ്വസിക്കുന്നവരുണ്ടാവൂലേ, അല്ലെങ്കിൽ അനുഭവമുള്ളവരുണ്ടാവില്ല. അത് മാത്രമല്ല, ആ ഒരു അജണ്ടയും ആ ഒരു പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് നടപ്പാക്കുന്നു എന്നാണ്. അല്ല, അവിടെയാണ് നമ്മൾ പറയുന്ന അടുത്ത കാര്യമുള്ളത്. കാരണം ഇദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണ്, സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആർക്കും തന്നെ തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സമൂഹത്തിന് മുമ്പിൽ വെക്കാനോ തയ്യാറായിട്ടില്ല. ഇപ്പൊ PV അൻവർ തന്നെ ഇപ്പൊ ഈ സുജിത് ദാസിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടി. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, കാരണം ജനത്തിന് മനസ്സിലായി കാര്യം എന്താണെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം, ക്ലീൻ ചിറ്റ് കൊടുക്കല്ലാതെ ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ വേറെ വഴിയില്ല. കാരണം എന്താ, PV അൻവറിന്റെ ഫോണിനാണ് ഈ റെക്കോർഡിംഗ് മൊത്തം ഉള്ളത്. ആ റെക്കോർഡിംഗ് കൊടുത്താലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ PV അൻവറിന് പറഞ്ഞേക്കാവുന്ന ഒരു ന്യായമുണ്ട്. ഞാൻ 2 വള്ളത്തിനും ചവിട്ടണില്ല, ഞാൻ ഫാക്ട് പറയുകയാണ്. ഇപ്പൊ സുജിത് ദാസ് അന്ന് പറഞ്ഞൊരു വാചകം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് സുജിത് ദാസ് പറയുന്നത്, MLA പ്ലീസ് ദൈവത്തെ ഓർത്ത് അത് പിൻവലിക്കണമെന്നാണ്. പുള്ളി ഒട്ടും കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അടുത്ത വാചകം പുള്ളി പറയുന്നത് 24ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാണ്, DGP ആയിട്ടാണ് പിരിയുക. അപ്പൊ അതുകൊണ്ട് ആ DGP ആയിട്ട് പിരിയുന്നവരെ ആ കടപ്പാട് സ്നേഹവും ഉണ്ടായിരിക്കുമെന്നാണ് ഒരു DGP പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. ആയിരിക്കുമ്പോഴും ഇതുപോലെ വലിയ വിനീത വിധേയരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അല്ല, യാതൊരു തെറ്റും ചെയ്യാത്ത വ്യക്തി എന്തിനാണ് ഇത്രമാത്രം വിനീത വിധേയമാവുന്നത്? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം കറക്റ്റ് ആണെന്ന് പറയുന്ന ഒരു അഭിപ്രായം നമുക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് പലതവണ PV അൻവറിന് നോട്ടീസ് അയച്ചു. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, കൊണ്ടേ ഫോൺ കൊടുക്കുന്നില്ല. ഫോൺ കൊടുക്കാൻ, പിന്നെ PV അൻവർ കൊടുക്കാത്തതിന് ഞാൻ തെറ്റ് പറയില്ല. എന്താ കാര്യം എന്നറിയോ, ഫോൺ കൊടുക്കാൻ പറ്റില്ല. എന്താ കാര്യം, ഈ ഫോൺ കോൾ മാത്രമേ ഈ കാര്യത്തിൽ ഉണ്ടാവുക. ഇദ്ദേഹത്തെ വിളിച്ച ഫോണും റെക്കോർഡ് ചെയ്ത ഫോണും എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. കൊടുക്കണം. ഇപ്പൊ ഞാനോ താങ്കളോ ഇപ്പൊ ഒരു കാര്യം പറയുന്നു, പക്ഷെ അതിന്റെ ഫോൺ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് എന്ത് ചെയ്യൂലേ. പ്രത്യേകിച്ച് PV അൻവറിനെ പോലുള്ള ആളുടെ അടുത്ത് ആരൊക്കെ വിളിച്ചു, ആരൊക്കെ കോൺടാക്ട് ചെയ്തു, എന്താണ് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ഗവൺമെന്റിനും താല്പര്യം ഉണ്ടാവില്ല ഇതെല്ലാം പിടിച്ചു പിടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്ത് തന്നെ സുജിത് ദാസ് എന്ന് അവതാ പറഞ്ഞിട്ടുണ്ടോ. സുജിത് ദാസ് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. കാരണം എന്താ, സുജിത് ദാസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പറഞ്ഞു കുറ്റം, മറ്റേ ഈ ആരെ കുറിച്ച് പറഞ്ഞു, ഈ പറയുന്ന അജിത് കുമാർ MR അജിത് കുമാറിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഇത്ര വലിയ സ്വാധീനം ഉണ്ടാക്കിയത്, P വിജയൻ IAS എങ്ങനെയാണ് തൂക്കിയെടുത്ത് പുറത്തിട്ടതെന്നുള്ളടക്കം എല്ലാം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, അത് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സുജിത് ദാസും അത്ര ക്ലീൻ ആണ് എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ